സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചതിൻ്റെ ചെലവുകൾ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾക്ക് ചെലവാക്കിയതിൻ്റെ ചെലവുകൾ അതാത് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചടയ്ക്കണമെന്ന കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ്റെ ഉത്തരവ് വലിയ തോതിൽ ചിരി പടർത്തുന്നതാണ്. കാരണം എല്ലാ സർവകലാശാലകൾക്കും കൃത്യമായിട്ടുള്ള ലീഗൽ ഫണ്ടുണ്ട്. ഈ ലീഗൽ ഫണ്ട് ചെലവഴിക്കുന്നത് സിൻഡിക്കേറ്റാണ്. ഈ സിൻഡിക്കേറ്റ് ഇത്തരം ചെലവുകളുടെ ഫണ്ട് അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വരവ് ചെലവ് കണക്കുകൾ അവർ അംഗീകരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് സർവകലാശാലകൾക്കിടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ഗവർണർക്ക് നിയമപരമായി യാതൊരുവിധ ഇതുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ നിയമ പിൻബലമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ സർവകലാശാലയുടെ ഇത്തരം നിലപാടുകളിൽ സർക്കാരിനെതിരെ കേസ് ഗവർണർ നടത്തുന്ന സർക്കാർ ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് സർവകലാശാലകൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന അതേ ഗവർണർ നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പണം ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിൽ നിന്ന് അടയ്ക്കുമെന്ന് ഒരിടത്തും പറഞ്ഞു കാണുന്നില്ല. അതെന്താ ഗവർണറെ ഇങ്ങനെ രണ്ട് നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാൻ ഒരു മറുപടിയും ഇല്ല. കാരണം വെച്ചാൽ ചിലരുടെ ജിഹ്വയായി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ മുഖമായി നാവായി പ്രവർത്തിക്കുന്ന ഗവർണർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത അവസ്ഥകളുണ്ട്. എവിടെയും സുരേഷ് ഗോപി കളിക്കുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന കാര്യമല്ല എന്ന് വളരെ വ്യക്തവുമായ കാര്യമാണ്. ഇത്തരം രീതിയിൽ പണം തിരിച്ചടയ്ക്കണം എന്നുള്ള ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സർവകലാശാല ജീവനക്കാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. VC-മാരെ പുറത്തായിക്കൊണ്ടുള്ള ചാൻസലറുടെ ഉത്തരവ് വന്നത് സർവകലാശാലകൾക്കാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് VC-മാരെ പുറത്തായിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടിയിരിക്കുന്നത് സർവകലാശാലകൾക്കാണ്. ഇതിനെതിരെ VC-മാർ കോടതിയെ സമീപിച്ചതും സർവകലാശാല എന്ന നിലയിലാണ്, അതല്ലാതെ വ്യക്തി എന്ന നിലയിലല്ല അവിടെ ഒരിടത്തും കോടതിയെ സമീപിച്ചത്. ചാൻസലറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളാണ് VC-മാർക്ക് നിയമന ഉത്തരവ് കൈമാറിയത്. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്നവരെ VC-മാരായി നിയമിക്കുന്നത് ഗവർണറുടെ ചുമതലയാണ്. നിയമിച്ച ശേഷം അവരെ പുറത്താക്കിയത് അപൂർവമായ നടപടിയാണ്. അതായത് VC-മാരെ നിയമിക്കുന്നതിൻ്റെ ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്ന വ്യക്തി ഈ ഗവർണറാണ്. അതേ ഗവർണർ തന്നെയാണ് പിന്നീട് ഇവരെ പുറത്താക്കിയത്. അതിങ്ങനെയാണ് ശരിയാകുക? ആ ഗവർണർ VC-മാർ ശരിയല്ലായിരുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് അവരെ നിയമിച്ചത്? ഇത്തരം കാര്യങ്ങളെല്ലാം ഗവർണർക്ക് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെ അകത്തെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമായ ചില അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന ചില ഗവർണർമാർ എന്നും സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിൻ്റെ ചില താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനോ ഉള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തി വരുന്നത്. ഇത്തരം ശ്രമങ്ങൾക്കെതിരെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടും സമീപനവുമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ആശങ്കയും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർവകലാശാലയുടെ മുകളിൽ ഇല്ലാത്ത അവകാശം അല്ലെങ്കിൽ കൂടുതലായി സാംശീകരിക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന ചില അവകാശങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതിന് ഇല്ലാത്തതായി തന്നെ കാണാൻ സാധിക്കണം. ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ച് ഒരിക്കലും മുന്നോട്ട് പോകാൻ ജനാധിപത്യമായ രീതിയിൽ സാധിക്കില്ല. ഇതുവരെ കേസിന് വേണ്ടി ചെലവഴിച്ച തുക VC-മാർ തിരിച്ചറിയിക്കണമെന്നും സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്നുമാണ് ഗവർണറുടെ പുതിയ ഉത്തരവ്. നോക്കൂ, ഇതേ ഗവർണർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതേ ഗവർണർ ഒരിക്കലും പറയുന്നില്ല VC-മാരോട് ഈ കാശ് തിരിച്ചടയ്ക്കാൻ പറഞ്ഞ അതേ ഗവർണർ ഒരിക്കലും പറയുന്നില്ല ഞാൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് സർക്കാരിനെതിരെ കേസ് നടത്തുന്നത്, അതുകൊണ്ട് ആ പണം ഞാൻ തന്നെ തിരിച്ചടയ്ക്കുമെന്ന് ഒരിടത്തും പറയുന്നില്ല. അതെങ്ങനെയാണ് സാധിക്കുക? ഇതെല്ലാമാണ് ഗവർണറെ കുറിച്ചുള്ള മനുഷ്യരുടെ ധാരണകളെ വലിയ തോതിൽ തെറ്റിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചില ഒറ്റപ്പെട്ട ഗവർണർമാരുടെ ചില നിലപാടുകളാണ് ഇത്ര കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ബംഗാളിൽ ഉള്ള ഒരു ഗവർണർക്കെതിരെ പ്രശ്നങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയെല്ലാം BJPക്കെതിരായ സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരിടത്ത് LDF ആണെങ്കിൽ മറ്റിടത്ത് ഭരിക്കുന്നത് കരുണാനിധിയുടെ പാർട്ടിയാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെ മായാവതിയുടെ പാർട്ടിയാണ്, മമതയുടെ പാർട്ടിയാണ്. അത്തരത്തിലുള്ള പാർട്ടികളാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് പോകുന്നവരെ ഇല്ലായ്മ ചെയ്യാനും തങ്ങളോടൊപ്പം നിർത്താനും വെറുതിയിലാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ചില അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. അതായത് മെയിനായിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളിലും ഗവർണറുടെ നിലപാടുകൾ പൂർണ്ണതോതിൽ തെറ്റാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സമയത്തും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ട് സർക്കാരിനെ ഇങ്ങനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിലും BJPയുടെ സർക്കാരാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചില ഏജൻസികളിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ.
കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ CBI ആണ് അവർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ BJPയുടെ കാലഘട്ടത്തിൽ അവർ ED ആണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ പലതരത്തിൽ ഉപയോഗിച്ചിരുന്നു. ചിലടത്ത് ഷണ്ടന്മാരെ പോലെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ ഒരു സമയത്ത് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സംവിധാനത്തെ തകർക്കാനായിട്ട്, സംസ്ഥാന സ്റ്റേറ്റ് ഭരണങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന കേന്ദ്രത്തിൻ്റെ ചില നിലപാടുകളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. CBI ഉപയോഗിച്ച് കോൺഗ്രസ് വേട്ടയാടൽ നടത്തിയപ്പോഴും കൃത്യമായിട്ട് ഇടത് പ്രസ്ഥാനങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിരുന്നു. കാരണം ഇതൊന്നും ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല, അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതിനെതിരെയെല്ലാം ശക്തമായ നിലപാടുകൾ അത്രയോളം തന്നെ സ്വീകരിച്ചിരുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവർ വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ED ഉപയോഗിച്ചു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ നീങ്ങുന്നവർക്കെതിരെ അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ തകർത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിനെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലും കേരളത്തിലടക്കം കരുവന്നൂർ ബാങ്കിന്റെ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന CPM-ന് ഇല്ലായ്മ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നിരുന്നു. സുരേഷ് ഗോപി അടക്കം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ പല VD സതീശൻ അടക്കമുള്ളവർ അതിനോട് യാതൊരുവിധ ഇതില്ലാതെ എന്താണ് എൻ്റെ മെറിറ്റ് പോലും പരിശോധിക്കാതെ അതിൻ്റെ പിന്നിൽ തൂക്കുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. നിയമസഭയിലടക്കം ഇത്തരം വാക്കുകൾ BJPയുടെ ജിഹ്വയായിട്ടാണ് VD സതീശനൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും അമരത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു ഗവർണർക്ക് നൽകേണ്ട പരിഗണന കേരളത്തിലെ ജനസമൂഹം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാനുള്ള ആ ഒരു ബാധ്യത അല്ലെങ്കിൽ ആ ഒരു സംവിധാനം, അതിനുള്ള ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാൻ രാജ്ഭവൻ തയ്യാറാകണം. കാരണം അല്ലെങ്കിൽ ആരിഫ് ഖാനെ പോലുള്ളവർക്ക് എത്രത്തോളം അംഗീകരിക്കും? ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ സമാധാന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇരുന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പ്രതിച്ഛായയായിരിക്കില്ലേ സ്വാഭാവികമായിട്ട് തോന്നുക. അദ്ദേഹത്തിന് എന്തും തോന്നട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയം. പക്ഷേ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. ഗവർണറാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, ആരായാലും അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം സ്വന്തം സമൂഹത്തോട്, സ്വന്തം നാടിനോട്, പ്രവർത്തിക്കുന്ന ജീവിതത്തോട് പുലർത്താൻ തയ്യാറാകണം.